വി ദ പീപ്പിളിലേക്ക് സ്വാഗതം. മാത്യു കുഴൽനാടനെ സംബന്ധിച്ച്, മാത്യു കുഴൽനാടൻ MLA സംബന്ധിച്ച്, മാത്യു കുഴൽനാടൻ എന്ന കോൺഗ്രസ് നേതാവിനെ സംബന്ധിച്ച് ഇന്ന് വലിയ തിരിച്ചടിയുടെ ദിവസമാണ്. മുഖ്യമന്ത്രിക്കെതിരായ പ്രതിപക്ഷത്തിൻ്റെ, കോൺഗ്രസിൻ്റെ പോരാട്ടങ്ങളുടെ, നിയമ പോരാട്ടങ്ങളുടെ നായക പരിവേഷം സ്വയം ഏറ്റെടുത്ത് ആ നിലയിലൊരു വലിയ പ്രതീതി കോൺഗ്രസിനുള്ളിൽ ജനിപ്പിച്ച് മുന്നോട്ട് പോകുന്നതിനിടെയാണ് വലിയ തിരിച്ചടി വിജിലൻസ് കോടതിയിൽ നിന്ന് ഇന്ന് മാത്യു കുഴൽനാടൻ ഹർജിക്കാരനായ കേസിൽ ഉണ്ടായത്. അതിൻ്റെ വിവിധ വശങ്ങളാണ് പരിശോധിച്ചു പോകുന്നത്. കുറേ നാളുകളായി, അത് മാത്യു കുഴൽനാടനെ മാത്രമല്ല, ഇപ്പോൾ കരിമണൽ, മാസപ്പടി, CMRL എന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ഇങ്ങനെ ആരോപണങ്ങളുടെ കരിനിഴലിൽ നിർത്താനുള്ള അത്തരം ചർച്ചകളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരുപറ്റം മാധ്യമങ്ങളുടെ കുറേ നാളായുള്ള പരിശ്രമങ്ങൾക്ക് കൂടിയാണ് വലിയ തിരിച്ചടി ഈ കോടതി വിധിയിലൂടെ സംഭവിക്കുന്നത്. സർക്കാർ ചെയ്തതൊക്കെ നടപടിക്രമങ്ങളുടെ ഭാഗമാണ് എന്നാണ് ഓരോ കാര്യങ്ങളും പരിശോധിച്ച് കോടതി ഇക്കാര്യത്തിൽ പറഞ്ഞത്. അത് നമുക്ക് പരിശോധിച്ച്, സംസാരിച്ച്, നിരീക്ഷിച്ച് ഒക്കെ പോകാം. എനിക്കൊപ്പം ഇപ്പോൾ ഷമി പ്രഭാകറുണ്ട്, അതുപോലെ നൃപ്പൻ ചക്രവർത്തിയുണ്ട്, സിജു സുഗതനുണ്ട്. അപ്പോൾ വി ദ പീപ്പിളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സിജു, നീതിയുടെ പൊൻകിരണം തഴുകിയില്ലല്ലോ. നീതിയുടെ പൊൻകിരണം ശരിയാണെങ്കിൽ നീതിയുടെ പൊൻകിരണം സ്വാഭാവികമായിട്ട് തഴുകിയനായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞ മാത്യു കുഴൽനാടനെ തഴുകിയില്ല. അതെ, അതാ പറഞ്ഞത്. മാത്യു കുഴൽനാടൻ പോയത് ഇദ്ദേഹം ആദ്യം ഈ വാർത്ത വരുമ്പോൾ തന്നെ എനിക്ക് തോന്നിയത് ഒരു അഭിഭാഷകൻ ഒരു കോടതിയിൽ ഒരു ആരോപണമായി എങ്ങനെ ചെല്ലുന്നു, ഒരു തെളിവില്ലാതെ ഒരു ആരോപണമായിട്ട് എങ്ങനെ ചെല്ലുന്നു എന്നുള്ളതാണ്. ഇവിടെ സംഭവിച്ചത് എന്താ? മാത്യു കുഴൽനാടൻ ഒരു ആരോപണം ചെല്ലുന്നു, കോടതിയിൽ വിവിധ വാദമുഖങ്ങളിൽ ചോദിക്കുന്നു എവിടെ തെളിവ്, എവിടെയെന്ന് ചോദിക്കുന്നു. മാത്യു കുഴൽനാടൻ പറഞ്ഞ് തെളിവുണ്ട്, അടുത്ത ആഴ്ച കൊണ്ടുവരുന്നു. അവസാനമായി കേസുമായി ബന്ധപ്പെട്ട് വാദം നടക്കുന്ന ഈ 3-ാം തീയതിയാണ്. 3-ാം തീയതി ചോദിച്ചു തെളിവിടെ, തെളിവ് എൻ്റെ കയ്യിലുണ്ട്, തെളിവ് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഒരു തെളിവുമില്ലാതെ കുറച്ച് മാധ്യമങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് മുഖ്യമന്ത്രിക്കെതിരെയും മകൾക്കെതിരെയും കണ്ണടച്ച് ആരോപണം ഉന്നയിക്കുക. കണ്ണടച്ച്, അതാണ്. അതൊന്ന് ഒരുപക്ഷെ എനിക്ക് AK ബാലൻ പറഞ്ഞൊരു കാര്യം അതിനകത്ത് ഓർമ്മ വരുന്നത്, ഒരു നൈതികതയും ഇല്ലാത്ത, രാഷ്ട്രീയ നൈതികത എന്ന് പറയുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാർക്കാരും വേണം, ഒരു നൈതികതയും ഇല്ലാത്ത നടത്തിയ ഒരു ആരോപണമാണെന്ന് ഇവിടെ പൊളിഞ്ഞു വീണത്. ആ നീതിയുടെ പൊൻകിരണം എന്ന് ഒരു പക്ഷേ പറയുന്നത് നമുക്ക് എല്ലാവരും ഒരു പരിഹാസ വാക്കാണ് കേട്ടോ. അല്ലേ, നീതിയുടെ പൊൻകിരണം എന്ന് പറയുന്നത്. നീതി, സിജു പറഞ്ഞല്ലേ, നീതിയുടെ പൊൻകിരണം എന്ന ശരിയായ അർത്ഥത്തിൽ പറയുമ്പോൾ വിധിയിലൂടെ അത് പ്രതിഫലിക്കുന്നു എന്നുള്ളത് കൂടിയാണ്. അതിൽ വേറെ കുറേ ഫാക്ട്സ് ഉണ്ട്, നമ്മൾ പരിശോധിച്ച് പോകേണ്ടതായിട്ടുള്ള, പ്രേക്ഷകർ അറിയേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതേ വിഷയം മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയുടെ മുമ്പാകെ വന്നു, കോട്ടയം വിജിലൻസ് കോടതിയുടെ മുമ്പാകെ വന്നു, ഇപ്പോൾ തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ മുമ്പാകെ. ഈ കോടതികളിലെല്ലാം തള്ളപ്പെട്ടതാണ്. അത് പല രൂപത്തിൽ, അതായത് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന് പറയുന്നത് പോലെ പല ലേബലിലാക്കി ഒക്കെ കൊണ്ടുവന്നതാണ്. പക്ഷേ അതെല്ലാം തള്ളപ്പെടുന്ന ഒരു സാഹചര്യമാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഷമി, ഈ കേസിലേക്ക് വന്നാൽ, ഇപ്പോൾ സിജു പറഞ്ഞു നിർത്തിയതിൻ്റെ തുടർച്ചയിൽ നോക്കിയാൽ ഏതാണ്ട് 9 സിറ്റിങ്ങോ മറ്റോ ഇതിനോടകം ഈ കേസിൽ നടന്നു. തെളിവുകൾ ഹാജരാക്കുന്നതിന് കൂടുതൽ സമയം ചോദിക്കുക, കേസ് നീട്ടിക്കൊണ്ടുപോകുക, ഈ ശ്രമമെല്ലാം നടന്നുവെന്നാണ് പറയപ്പെടുന്നത്. 9 സിറ്റിംഗ് വന്നു. ആദ്യം തന്നെ ഏതാണ്ട് ഒരു 4 രേഖകൾ ഹാജരാക്കിയിരുന്നു മാത്യു കുഴൽനാടൻ. പിന്നീട് ഏതാണ്ട് 5ഓളം രേഖകൾ ഹാജരാക്കി. ആ ഘട്ടത്തിൽ കോടതി ഈ രേഖകൾ പരിശോധിച്ച് തള്ളുകയായിരുന്നു എന്നുള്ളതാണ്. അതായത് നടപടിക്രമങ്ങളെല്ലാം സർക്കാർ നടപടിക്രമങ്ങളുടെ ഭാഗമാണ്. മാത്യു കുഴൽനാടൻ ആരോപിക്കുന്നത് പോലെ വഴിവിട്ട സഹായം ചെയ്യുന്നതിൻ്റെതായിട്ടുള്ള ഒരു ലക്ഷണവും ഒരു ഇടപാടും അതിൽ കാണാനില്ല എന്ന് പറഞ്ഞ് തള്ളുകയായിരുന്നില്ല യഥാർത്ഥത്തിൽ. അതായത് ഒരു കാടടച്ച് വെടിവെക്കുക എന്ന് നമ്മൾ പറയുന്ന ഒരു പ്രയോഗമുണ്ട്. ഈ മാത്യു കുഴൽനാടൻ ഇങ്ങനെ ദിവസവും ഭയങ്കര ആരോപണങ്ങളായിട്ട് രംഗത്ത് വരികയാണ്. ഇതും കാണുമ്പോഴത്തേക്ക് മറ്റേ മാധ്യമങ്ങളെല്ലാം കൂടെ ആവേശപൂർവ്വം എന്താ ഇപ്പോൾ മാത്യു കുഴൽനാടൻ ഇവിടെ എന്തോ ചെയ്തു കളയും എന്നുള്ള മട്ടിൽ ഒരു വാർത്താ സമ്മേളനത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ചില ആളുകൾ ഇപ്പോൾ പൊട്ടിക്കും അല്ലേ. ഒരു തവണ ഓർമ്മയുണ്ടോ ഷമ്മിക്ക്? അതായത് ഒരു വാർത്താ സമ്മേളനത്തിൻ്റെ തലേന്ന് മുതൽ കോൺഗ്രസ് സോഷ്യൽ മീഡിയയിൽ നിന്ന് പ്രചരിച്ചൊരു സോഷ്യൽ മീഡിയ കാർഡുണ്ട്, പൊളിറ്റിക്കൽ ബോംബുമായി അവൻ വരുന്നു. ഓർമ്മയുണ്ടോ? അതേപോലെ പറയുന്ന കാർഡൊക്കെ ഉണ്ടായിരുന്നു ഒരു വാർത്താ സമ്മേളനം. കുന്നപ്പള്ളി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് പറഞ്ഞുകൂടെ, കഴിഞ്ഞ ഈ ഇലക്ഷന് മുമ്പുള്ള ഒരു ദിവസം ഏതാണ്ട് ഭയങ്കര രേഖയായിട്ട് വരുന്നു എന്ന് പറഞ്ഞിട്ട് വാർത്താ സമ്മേളനമൊക്കെ നടത്തി നമ്മൾ അന്തം വിട്ട് അവസാനം താണ്ട ആ രേഖയെന്ന് പറഞ്ഞ് അതേ സാഹചര്യമാണ് ഈ കാര്യത്തിലുണ്ടായി. ഇയാൾ 5 രേഖ മാത്യു കുഴൽനാടൻ കോടതിയിൽ കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. തുടക്കത്തിൽ 4ഓളം ഉണ്ടായിരുന്നു, പിന്നീട് 5 രേഖകളൊക്കെ കൊടുത്തു. പക്ഷെ ആ രേഖകളിലൊന്നും മുഖ്യമന്ത്രിയുടെ പങ്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളെ അവിടുത്തെ പിന്നെ മണലെടുക്കും. ഈ മണലെടുക്കുന്നതെല്ലാം മുഖ്യമന്ത്രി പറഞ്ഞിട്ട് CMRLന് വേണ്ടി എടുക്കുന്നു എന്നാണ്. എന്തുമാത്രം അത് പറഞ്ഞാൽ പോരല്ലോ. ആ പറയുന്നതിനകത്തൊരു ബോധ്യമുണ്ടെങ്കിൽ, വസ്തുതയുണ്ടെങ്കിൽ അത് അവതരിപ്പിച്ച് ജയിപ്പിക്കേണ്ടതുണ്ട്, ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഇങ്ങനെ നോക്കിയാൽ നൃപ്പൻ, എനിക്ക് തോന്നുന്നു വാർത്താ സമ്മേളനങ്ങളിൽ മാത്രമാണ് അദ്ദേഹത്തിന് ഒരു സെറ്റ് മാധ്യമ പ്രവർത്തകരെ എങ്കിലും ചോദ്യം ചോദിക്കാത്തതുകൊണ്ട്.
ശരത്ത്, ഈ മാത്യു കുഴൽനാടൻ നിസ്സാരക്കാരനാണെന്ന് ഈ കേസിൻ്റെ വിധി വന്നതോട് അങ്ങനെ എഴുതി തള്ളുന്ന ഒരാളല്ല. ഞാൻ കോൺഗ്രസിൻ്റെ ഇത്തരം കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ്. വളരെ പ്രചണ്ഡമായി ഈ മാധ്യമങ്ങളെ അയാൾ ദില്ലി രാഷ്ട്രീയത്തിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന കാലം മുതൽ, അയാൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി പദം മുതൽ പ്രൊഫഷണൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പദവി വരെ എത്തുന്ന ഇതുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം സംഘടന KPCCയുടെ ജനറൽ സെക്രട്ടറി ആവുന്നുണ്ട്. അദ്ദേഹം പ്രൊഫഷണൽ കോൺഗ്രസിൻ്റെ ആളാകുമ്പോഴും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ലോയർ എന്നുള്ള നിലയിലുള്ള തിരിച്ചടി കൂടി നിരന്തരം ഞാനത് പറയുന്നത് ഈ മാധ്യമം അത് കണ്ടു ചേർക്കാനാണ് ശരത്ത് ഇടപെട്ടം പറഞ്ഞത്. അദ്ദേഹം സംസ്ഥാന KPCC ജനറൽ സെക്രട്ടറി ആകുന്നു, തൊട്ടടുത്ത് തന്നെ അദ്ദേഹം സ്ഥാനാർത്ഥിയാകുന്നു. അങ്ങനെയൊക്കെ ഈ പറയുന്ന ഒരു കണക്കിന് ഇന്നത്തെ വിധി വന്നപ്പോൾ മാത്യു കുഴൽനാടൻ ഒരു കണക്കിന് സന്തോഷിക്കുന്നുണ്ട്. അയാൾ ഉണ്ടാക്കി വെച്ച ഒരു അജണ്ടയുണ്ടല്ലോ. ഈ തെരഞ്ഞെടുപ്പ് മുമ്പാണ് ഇത് വന്നിരുന്നുവെങ്കിൽ ഈ പറഞ്ഞ മാത്യു കുഴൽനാടന് സോഷ്യൽ മീഡിയ ഓപ്പറേറ്റ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ അനുയായികളെ സംബന്ധിച്ച് അദ്ദേഹത്തിനെ തള്ളി പറയേണ്ടി വരുമായിരുന്നു. പക്ഷേ കുറച്ച് ആശ്വാസത്തോടെയാണ് ഇത് പ്രതികരിച്ചത്. അതിന് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് വന്നു വിട്ടില്ലല്ലോ എന്നുള്ള ഇനി മാത്യു കുഴൽനാടൻ നമ്മളങ്ങനെ ഇത് അവസാനിപ്പിക്കില്ല. മാത്യു കുഴൽനാടൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയും CPM, കേരളത്തിൻ്റെ CPMൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമെന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിക്ക് എതിർചേരിയിൽ നിൽക്കുന്ന ബാലൻസ് ചെയ്യുന്ന മറുമുഖം താനാകുക എന്ന അജണ്ട സെറ്റ് ചെയ്തിട്ടാണ് മാത്യു കുഴൽനാടൻ കുറച്ച്, അതായത് ആ അജണ്ട കോൺഗ്രസിനുള്ളിൽ അങ്ങനെ ഒരു പ്രതീതി സൃഷ്ടിക്കുക. അതിന് സമൂഹ മാധ്യമങ്ങളെ ഉപയോഗിക്കും. ഇപ്പോൾ പിന്നെ മറ്റേ ഒരു പഴയ സിനിമയിലെ നന്ദഗോപാൽ മാരാർ എന്ന് പറഞ്ഞ മമ്മൂട്ടി ചെയ്ത വക്കീലിൻ്റെ വേഷമുണ്ടല്ലോ, ആ രീതിയിലൊക്കെയുള്ള മാത്യു കുഴൽനാടനെ താരതമ്യം ചെയ്ത് ഉപമിച്ചൊക്കെയുള്ള കേസ് നടത്തി സർക്കാരിനെ അങ്ങ് പൊളിക്കാൻ വരുന്ന ഒരാളായിട്ടാണ് തീർച്ചയായും ആ ഒരു അജണ്ട സെറ്റ് ചെയ്യുന്നതിൽ മാത്യു കുഴൽനാടൻ ഇതുവരെ കോൺഗ്രസിനുള്ളിൽ വിജയിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ മുൻ പ്രതിപക്ഷ നേതാവിനോ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനോ സാധിക്കാത്തത് സാധിക്കാൻ കഴിയുന്ന, നടത്തിയെടുക്കാൻ കഴിയുന്ന ഒരു നിയമപരമായ സമരത്തിൻ്റെ നായകൻ, നിയമ പോരാട്ടങ്ങളുടെ നായകൻ എന്നൊരു ഇംപ്രഷനാണ് വരുത്തിവെക്കാൻ കോൺഗ്രസിനുള്ളിൽ വരുത്തിവെക്കാനുള്ള ശ്രമം. കാരണം ഈ സംഭവം അത് പലരും ചർച്ച ചെയ്തിട്ടില്ലാത്ത കാര്യം. നിയമസഭയ്ക്കുള്ളിൽ ഇത് പെട്ടെന്ന് ഒരു ദിവസം ഒരു ബില്ല് അവതരിപ്പിക്കുന്ന ദിവസം വൈകിട്ട് ഒരു 3:30 മണിക്ക് ശേഷം പെട്ടെന്നാണ് കുഴൽനാടൻ ഈ വിഷയം ഉന്നയിക്കുന്നത്. അപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ സഭയിലില്ല, രമേശ് ചെന്നിത്തല സഭയിലില്ല, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സഭയിലില്ല, വിഷ്ണുനാഥിനെ പോലെയുള്ള നേതാക്കൾ സഭയിലില്ല. പൊടുന്നനെ ഇത് ഉന്നയിക്കുന്നു. പക്ഷേ കോൺഗ്രസ് ലീഡർഷിപ്പ് മാത്യു കുഴൽനാടൻ തള്ളി പറഞ്ഞില്ല. എന്താണ്? മുഖ്യമന്ത്രിയെയും പിണറായി വിജയനെയും CPMനെയും അറ്റാക്ക് ചെയ്യുന്ന ഒരു വാദമുഖം, ഒരു ആരോപണം ഉന്നയിച്ചാൽ അതിനെ തള്ളിപ്പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഈ നേതാക്കൾ ഭയക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങളെ കൊണ്ട് കഴിയാത്തത് പൊങ്കാലയായിരിക്കും. നേതാവ് എന്നുള്ള വ്യത്യാസം മാത്രമേ. അതായത് പിണറായിക്കെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ ഒന്ന് നിന്ന് നേർക്കുനേർ നിൽക്കുന്നു എന്നൊരു ഇംപ്രഷൻ കൊണ്ടുവരിക, അതിലൂടെ ലീഡറാവുക എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ എയിമിനാണ് അദ്ദേഹത്തിൻ്റെ ഒരു ലീഗൽ സ്പേസിനെ ഉപയോഗിക്കാൻ ശ്രമിച്ചത്. പക്ഷേ കൊല്ലത്തിൻ്റെ ഭാഷ പറഞ്ഞാൽ ഒത്തില്ല എന്ന് മാത്രമല്ല, ഇത് അത് തീർച്ചയായിട്ടും ഇത് പക്ഷേ രമേശ് ചെന്നിത്തലയ്ക്കും സതീശനും ഒക്കെ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് വളരെ തന്ത്രപരമായ നിലപാടാണ് രമേശ് ചെന്നിത്തല. ഒരു ഘട്ടത്തിൽ അവർ പറഞ്ഞു അതെ മറ്റേ CMRൽ നിന്നൊക്കെ പണമൊക്കെ മേടിച്ചിട്ടുണ്ട്, അത് പാർട്ടിക്ക് പല ഘട്ടങ്ങളിൽ സംഭാവന കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ് അവർ നൈസായിട്ട് അങ്ങ് മാറുകയും ചെയ്തു, രമേശ് ചെന്നിത്തലയും മറ്റ് നേതാക്കളും ഒക്കെ. ഇതിനകത്ത് ഈ നിർബൻ പറഞ്ഞത് വളരെ ശരിയായൊരു പോയിന്റാണ്. കാരണം മാത്യു കുഴൽനാടന് കൃത്യമായ അജണ്ട ഉണ്ടായിരുന്നു. അത് ഈ പറഞ്ഞു തന്നെയാണ്. പിണറായിക്കെതിരെ ആരാണ് ഇത്ര ശക്തമായ നിലപാടെടുക്കാൻ കഴിയുന്നത്? അത് ഞാനാണടാ, കുഴൽനാടൻ പറയാം ഞാനാണടാ എന്ന് പറയുന്ന തരത്തിലേക്ക് ഒരു വലിയ റിസ്ക് ആയിപ്പോയി. കാരണം തോറ്റുപോയാൽ പൊളിഞ്ഞു പോകുന്ന ഒരു അഭ്യാസമായിരുന്നു. പക്ഷെ അത് സംഭവിച്ചു ഇവിടെ. സിജു പറഞ്ഞതിൽ നിന്ന് ഷമി, നമുക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു, ഈ കേസ് തള്ളി വൻ തിരിച്ചടി എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏതാണ്ട് തുടക്കത്തിൽ തന്നെ 4ഓളം രേഖകൾ ഹാജരാക്കി, പിന്നീട് 5 രേഖകളുണ്ട്. അതൊക്കെ വാർത്തകൾ നമ്മൾ കൊണ്ടുവന്നു. പക്ഷേ ഈ രേഖകളൊക്കെ തള്ളി എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഇതെല്ലാം സർക്കാരിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമാണ് എന്ന് കണ്ടുകൊണ്ട് കോടതി തള്ളുകയായിരുന്നു. മാത്യു കുഴൽനാടൻ്റെ കേസ് എന്ന് വെച്ചാൽ ഇതെല്ലാം CMRലിനെയും ശശീന്ദ്രൻ കർത്തയെയും സഹായിക്കാൻ വേണ്ടി വഴിവിട്ട നീക്കങ്ങൾ എന്ന രീതിയിലാണ് അവതരിപ്പിച്ചത്. ഉദാഹരണത്തിന് അതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയ 2 പോയിന്റ് പറയും. ഇപ്പോൾ CMRൽ ഒരു അപേക്ഷ, ശശീന്ദ്രൻ കർത്ത മുഖ്യമന്ത്രിക്ക് ഒരു അപേക്ഷ കൊടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനങ്ങളിൽ നേരത്തെ വന്നിട്ടുള്ളതാണ്. ഈ അപേക്ഷ മുഖ്യമന്ത്രി എന്ത് ചെയ്തു? ഇൻഡസ്ട്രീസ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് കൈമാറുന്നു. പരിശോധിക്കാൻ പറഞ്ഞ് കൈമാറുമ്പോൾ അത് വഴിവിട്ട സഹായം എന്നാണ് വാർത്താ. അപ്പോൾ അന്ന് മാധ്യമപ്രവർത്തകർ, നമ്മുടെ സുഹൃത്തുക്കളാരോ വാർത്താ സമ്മേളനത്തിലൊക്കെ പോയി ചോദിക്കും, ഇങ്ങനൊരു അപേക്ഷ കിട്ടുമ്പോൾ അത് എത്ര വലിയ ആളായാലും ചെറിയ ആളായാലും ഏത് പൗരനായാലും ലഭിക്കുന്ന പരാതികൾ ബന്ധപ്പെട്ടവർക്ക് കൊടുത്ത് പരിശോധിക്കാൻ പറയുന്നത് എന്താണ് വഴിവിട്ട അത് വഴിവിട്ട നീക്കമാണ് എന്ന രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കോടതി അത് തള്ളി. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം,
അഡ്വക്കേറ്റ് ജനറലിൻ്റെ നിയമോപദേശം തേടി. അപ്പോൾ 2019 മൈൻസ് ആൻഡ് മിനറൽസ് ആക്ട് വന്നു. പൊതുമേഖലയിൽ മാത്രമേ ഇത് പറ്റൂ. LDFൻ്റെ കാലങ്ങളായിട്ടുള്ള നിലപാടാണ് ധാതു മണൽ ഖനനം അത് പൊതുമേഖലയിൽ മതി. പക്ഷേ കേന്ദ്ര നിയമവും 2019 അങ്ങനെ വന്നതിന് ശേഷം പിന്നെ എന്തിനാണ് AGയോട് ഒപ്പീനിയൻ ചോദിക്കുന്നത് CMRLുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്നുള്ളതാണ് അടുത്ത സംശയമായി അവതരിപ്പിച്ചത്. അവിടെയും കേസ് കോടതിയിൽ സർക്കാർ അഭിഭാഷകൻ വാദിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സുപ്രീം കോടതി വരെ പോയ ആളാണ് CMRL ശശിധരൻ കർത്ത, അതും പിണറായി സർക്കാരിൻ്റെ കാലത്ത് 2016. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയുടെയോ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ യഥാർത്ഥത്തിൽ സുപ്രീം കോടതി വിധിയുള്ളപ്പോൾ ഇതാകെ പരിശോധിച്ച് അതിന് നിയമപരമായ വ്യക്തത ഭരണഘടനാപരമായ ഒരു സർക്കാരിന് നൽകേണ്ട ഉത്തരവാദപ്പെട്ടയാളാണ് അഡ്വക്കേറ്റ് ജനറൽ. ആ നിലയിൽ പോയതാണത് എന്ന് കോടതി തന്നെ അതിൽ വിലയിരുത്തുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ആക്ഷേപങ്ങളെ, സംശയങ്ങളെ, ആരോപണങ്ങളെ കോടതി മുഖവിലേക്കെടുക്കാതെ ഈ രേഖകൾ തള്ളിക്കൊണ്ട് തീരുമാനിക്കുന്ന ഒരു സാഹചര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ അഴിമതി നിരോധന നിയമപ്രകാരമോ അതുപോലെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൻ്റെയോ ഒന്നും പരിധിയിൽ ഇതൊന്നും വരുന്നില്ല എന്ന് കോടതി പറയുന്ന ഒരു സാഹചര്യം ഇതിനകത്ത് ആകെ വരികേണ്ട. ഏറ്റവും രസകരമായ കാര്യം, ഈ തോട്ടപ്പള്ളിയിൽ പ്രളയകാലത്ത് ഒരു അനുഭവത്തിൽ നിന്ന് അവിടെ പൊഴി കൂടുതലായി മുറിച്ച് കുട്ടനാടിനെ രക്ഷിക്കണം. ആ മണലെടുപ്പിനെയാണ് നമ്മൾ ഷമി നേരത്തെ പറഞ്ഞ പോലെ കരിമണൽ ഖനനമാണ്, മണലെടുപ്പിനെ കരിമണൽ ഖനനമായി ആരോപിക്കുന്നു. ആ കരിമണൽ ഖനനത്തെ ആരോപിച്ച് അതിനെ ഈ ഇൻകം ടാക്സിൻ്റെ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഓർഡറുമായി കണക്ട് ചെയ്ത് അവർക്ക് സഹായം ചെത്തുന്ന രീതിയിലേക്കുള്ളൊരു നറേറ്റീവിലേക്ക് കൊണ്ടുവരുന്നു. ഇതിനെ മുൻനിർത്തി മൂവാറ്റുപുഴ കോടതിയിലേക്ക് ആദ്യം പോകുന്നു, മൂവാറ്റുപുഴ കോടതി തള്ളുന്നു. കോട്ടയം കോടതിയിൽ പോകുന്നു, കോട്ടയം കോടതി തള്ളുന്നു. തിരുവനന്തപുരം വിജിലൻസ് കോടതിയിലേക്ക് വന്നു, ഇന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ്. യഥാർത്ഥത്തിൽ മൂവാറ്റുപുഴ കോടതി അന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റേത് മിയർ ഒബ്സർവേഷൻസ് മാത്രമാണ്, IT ആക്ടിൻ്റെ പരിധിയിൽ മാത്രം വരുന്നതാണത്. അത് അഴിമതി നിരോധന നിയമത്തിൻ്റെയോ അതുപോലെ തന്നെ ഇന്ത്യൻ പീനൽ കോഡിൻ്റെയോ പരിധിയിൽപ്പെടുത്തി കുറ്റമായി ആരോപിച്ച് തെളിയിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളെ അല്ല എന്ന് മൂവാറ്റുപുഴ കോടതി പറഞ്ഞു. ഇതായിപ്പോൾ ആ വഴിയെയാണ് തിരുവനന്തപുരത്തെ കോടതിയും സഞ്ചരിച്ചിരിക്കുന്നത്. കോടതിയെ ചോദിച്ചത് തന്നെയാണ് ഈ സർക്കാർ എടുത്ത നടപടിക്രമങ്ങളിൽ എവിടെയാണ് അഴിമതി ആരോപിക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായും നേരത്തെ ശരത് സൂചിപ്പിച്ച പോലെ തന്നെ അത് ഇൻഡസ്ട്രീസിൻ്റെ ഡയറക്ടർക്കും ബന്ധപ്പെട്ട റവന്യൂവിൽ അടക്കം ഈ ലെറ്റർ പോവുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പരിഗണനയിൽ ഇരിക്കുമ്പോഴാണ് മധുകുളം ചെയ്തൊരു കാര്യമുണ്ട്. ഈ മാധ്യമങ്ങളിലൂടെ ഇത് വിശ്വാസ്യത ജനിപ്പിക്കാൻ വേണ്ടി ഈ അന്വേഷണം വിജിലൻസ് കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ അന്വേഷിക്കണം, ഇല്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. ഇന്ന് സാധാരണ പ്രേക്ഷകർക്ക് മലയാളികൾക്ക് അറിയുന്നത് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കുന്നത് എന്തോ വലിയ സംഭവം നടന്നിട്ടുണ്ട്, ഇല്ലെങ്കിൽ വിജിലൻസ് ചെയ്യണ മുക്ക്. പക്ഷേ ഇതെല്ലാം അവിടെ പൊളിയുകയായിരുന്നു. ഇത് വളരെ കൃത്യമാണ്, കോടതി കൃത്യമായി പരിശോധിച്ചു നടന്ന നടപടിക്രമം എന്താണ്, അതിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ എവിടെയാണ്. മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞ പോലെ എടുത്തു കൊടുക്കും, ഫയൽ വരുന്നു, അങ്ങോട്ടേക്ക് വിടുന്നു നോക്കുന്നു. ഇതിനെ എങ്ങനെ അഴിമതിയായിട്ട് വ്യാഖ്യാനിക്കാൻ കഴിയുമെന്നുള്ള കോടതി ചോദിച്ചു. എനിക്കൊന്നും ഒരുപക്ഷെ രൂക്ഷമായ ചില ചോദ്യങ്ങൾ കോടതി ഈ ഘട്ടത്തിൽ ഇന്നത്തെ കേരളാവധി പത്രത്തിൽ KPCC പുനഃസംഘടനയെ കുറിച്ചൊരു വാർത്തയുണ്ട്. ആ വാർത്തയിൽ പിന്നെ മൂന്നാമത്തെ പേരാണ് മാറ്റിക്കൊള്ളുന്ന ഇപ്പോൾ ഇന്നത്തെ മൂന്നാമത്തെ അല്ല, അതിൽ 3 പാരഗ്രാഫ് ബുള്ളറ്റ് പോയിന്റ് 3 മാത്യു കേന്ദ്രീകരിച്ചാണ്. ഒന്ന്, യുവനേതാവ്, ക്രിസ്ത്യൻ മധ്യ കേരളത്തിൽ കോൺഗ്രസിന് ഉമ്മൻചാണ്ടിക്ക് ശേഷമുള്ള ഒരു സാധ്യത. പിന്നെ പ്രതിസന്ധി ഘട്ടത്തിൽ കോൺഗ്രസിനെ ഇപ്പോൾ നിർണായകമായി സഭയ്ക്കകത്തും പുറത്തും നിർണായകമായ വിവരങ്ങൾ കൊണ്ടുവന്ന നേതാവ്. ഞാൻ അത് നേരത്തെ പൂർത്തിയാക്കിയത്, അപ്പോൾ ഷമ്മി ഇടപെട്ടത്. അദ്ദേഹം തുടർന്നു വന്ന ഒരു രീതിയുണ്ട്. അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത്? ഇപ്പോൾ ഈ നിയമം നമ്മൾ മാധ്യമപ്രവർത്തകരായതുകൊണ്ട് അറിയാം, ഇത് കേസിൻ്റെ വിധിയെ സംബന്ധിക്കോ മെറിറ്റിലേക്കോ പോകാൻ വേണ്ടിയല്ല എന്ന കാര്യം ഉറപ്പാണ്. മാത്യു കുഴൽനാടൻ അഭിഭാഷകരാണ്, ഇത് ഇവിടെ പോയി നിൽക്കുമെന്ന് പറയാം. ഇത് ലൈം ലൈറ്റിൽ നിർത്തുക എന്നത് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. അദ്ദേഹം ശത്രു എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രതിയോഗിയല്ല, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രതിയോഗി കോൺഗ്രസിനുള്ളിൽ തന്നെയാണ്. അതിനകത്ത് നിലനിർത്തി കൊണ്ടുപോകാനും ആ പൊളിറ്റിക്സിനകത്ത് കേന്ദ്രീകരിക്കാനും ഇന്ന് പത്രങ്ങൾ, ഇന്നല്ല 1-2 ദിവസമായി പത്രങ്ങൾ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട വാർത്തകളെല്ലാം കേന്ദ്രീകരിക്കുന്നത് മാത്യു കുഴൽനാടൻ. ഷമ്മി, ഇപ്പോൾ നൃപൻ പറഞ്ഞതുപോലെ അക്കാര്യങ്ങളിൽ മാത്യു കുഴൽനാടൻ വിജയിച്ചു എന്ന് കരുതാനാവും? ഒരു പോയിന്റിൽ പോലും വിജയിച്ചില്ല എന്ന് മാത്രവുമല്ല, ദയനീയ പരാജയമാണ്. ഇപ്പം പിന്നെ നൃപൻ പറഞ്ഞ പോയിന്റ് നൃപൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നൃപൻ പറയുന്നതാണ്. ഇപ്പം നോക്കൂ, സ്പ്രിംഗ്ലർ വിഷയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് പിന്നെ രമേശ് ചെന്നിത്തല കൊണ്ടുവന്ന ഒരു ആരോപണം, എന്തൊക്കെ പറഞ്ഞാലും അതിൻ്റെ അകത്ത് ഒരു പെർസെൻ്റെങ്കിലും കാര്യങ്ങളുണ്ട് എന്ന് കോടതി അടക്കം സമ്മതിച്ചിട്ടുണ്ട്. ഇനിയിപ്പം പമ്പയിൽ നിന്നുള്ള മണൽവാരലുമായി ബന്ധപ്പെട്ട വിഷയവും രമേശ് ചെന്നിത്തല കൊണ്ടുവന്ന വിഷയമാണ്. പക്ഷേ ഈ കുഴൽനാടൻ കൊണ്ടുവന്ന വിഷയങ്ങൾ നോക്കൂ, വെറും ബലൂണുകൾ. അതായത് ഈ മുടിയൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് നമ്മൾ നന്ദഗോപാൽ മാരാറുടെ സ്റ്റൈലിൽ ഇങ്ങോട്ട് വന്ന് ഈ പറഞ്ഞ പടാ ഈ ബ്ലാ അടിച്ചിട്ട് പോകുമ്പോൾ ആൾക്കാർ ഇതങ്ങ് വിശ്വസിക്കുന്നതാണ് കുഴൽനാടൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത്.
ഇത് കേൾക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് പോലും തമാശയായി തോന്നുന്ന കാര്യങ്ങളാണ് ഇദ്ദേഹം പറയുന്നത്. എനിക്ക് തോന്നുന്നത് എന്താ അറിയാം, നമ്മുടെ ചർച്ച വരുമ്പോൾ ശരിക്കും ഇന്ന് സ്വാഭാവികമായിട്ട് ചർച്ച ചെയ്യുന്നത് കുഴൽനാടിനേറ്റ തിരിച്ചടി എന്നുള്ളതാണ്. പക്ഷേ ആദ്യം നിർഭൻ സംസാരിച്ച ഒരു പോയിന്റിൽ തന്നെ അതിനകത്തൊരു പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇത്രയധികം ഒരു ഇഷ്യൂ കൊണ്ടുവന്നു, അതായത് കൃത്യമായി പ്ലാൻഡ് ആയിട്ടൊരു വാർത്തയാണ്. മാസപ്പടി എന്ന് പറഞ്ഞൊരു വാക്ക് തന്നെ കണ്ടുപിടിക്കും. അതിന് മാധ്യമങ്ങൾ, അതായത് വേറെ കോൺഗ്രസിലെ തലമുതിർന്ന നേതാക്കൾ തലതൊട്ടപ്പന്മാരും ഇതിൻ്റെ പിന്നാലെ ഇല്ല. കുഴൽനാടൻ കൃത്യമായി ഒരു വാർത്ത കൊണ്ടുവരുന്നു, പ്ലാൻ ചെയ്യുന്നു, മാധ്യമങ്ങൾ അതിൻ്റെ പിന്നാലെ പോകുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പക്ഷേ സിജു പറഞ്ഞൊരു പ്രശ്നമുണ്ട്. അത്രയൊക്കെ ശരിയാ, അത്രയൊക്കെ സക്സസ് ആണ്. ആ ഷോർട്ട് ടേമിൽ അത് ഗുണം ചെയ്തു. പക്ഷേ നെറ്റ് റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ ഒരു രാഷ്ട്രീയ നേതാക്കൾ ഈ രീതിയിൽ ചില ആരോപണങ്ങളെ നിലനിർത്തും, ആ വിവാദത്തെ നിലനിർത്തും. പക്ഷേ ഇവിടെ ആ ആരോപണം ഉന്നയിച്ച നേതാവ് തന്നെ ഹർജിക്കാരനായി കോടതിയിലേക്ക് പോകുന്നു. ഒരു ഭാഗത്ത് അദ്ദേഹത്തിനുള്ള ഇംപ്രഷൻ എന്താണ്? കോൺഗ്രസ്സുകാർക്കിടയിൽ ഏറ്റവും മികച്ച വക്കീൽ. അപ്പോൾ ഈ വക്കീൽ പോയി കേസ് നടത്തിയാൽ അതും ഹർജിക്കാരനും കൂടെ ആയാൽ പിന്നെ പറയുകയേ വേണ്ട, പിണറായിയുടെ കാര്യം കഴിഞ്ഞു എന്നുള്ള മട്ടിലൊരു ഇംപ്രഷനിൽ കാത്തിരിക്കുകയാണ്. ആ കേസ് പരപരാ തോക്കുന്നു, നിരന്തരം തോൽക്കുന്നു. അതിലൂടെ ഒരു വസ്തുത സമൂഹത്തിലേക്ക്, ജനങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു. അവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു നേതാവിൻ്റെ ഗ്രാഫാണ് ഇടിയുന്നത്. യാതൊരു സംശയവും വേണ്ട, ഒന്നും വേണ്ട. കോൺഗ്രസ്സിലെ ഈ പറഞ്ഞ മറ്റ് നേതാക്കൾ എങ്ങനെ കാണും മാത്യു കുഴൽനാടനെ? എന്തായി എന്നുള്ള തരത്തിലേക്ക് പോവില്ലേ? യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ കുറച്ചുകൂടി ദുർബലമാക്കിയില്ലേ? ഇന്ന് AK ബാലൻ പറഞ്ഞതുപോലെ ഇത് അനുഭവിക്കേണ്ടി വരുന്ന കോൺഗ്രസ് അല്ലേ? തീർച്ചയായും ക്രെഡിബിലിറ്റി ലോസ് എന്ന് പറഞ്ഞൊരു സാധനമല്ലേ. 7.5 വർഷക്കാലമായി അല്ലെങ്കിൽ ഒരു 8 വർഷക്കാലമായി നിരന്തരം ആരോപണങ്ങൾ ഉന്നയിക്കുക. ആരോപണങ്ങൾ ഏതെങ്കിലും ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച് വിജയിപ്പിക്കാനായോ? കോടതിയിൽ പോയി വിജയിപ്പിക്കാനായോ? ഇപ്പോൾ ഷമ്മി പറഞ്ഞതൊക്കെ ആരോപണങ്ങളുടെ ലെവലിൽ കേട്ടാൽ കൊള്ളാം എന്നുള്ളതല്ലാതെ ആത്യന്തികമായി ആധികാരികമായി അതിലൊന്നും സ്പ്രിംഗ്ലർ ആവട്ടെ, അതുപോലെ തന്നെ മണൽവാരലാകട്ടെ, ഏത് കേസെടുത്താലും AI ആവട്ടെ, ഏത് കേസെടുത്താലും അതിലേക്ക് സർക്കാരിനെ കോടതിക്ക് മുമ്പാകെ തുറന്നു കാട്ടി സർക്കാർ എന്തോ തെറ്റു ചെയ്തു എന്ന് സ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഇതുകൊണ്ട് കോൺഗ്രസ് ഒരു പ്രഹരം അല്ലെങ്കിൽ AK ബാലൻ പറഞ്ഞത് ഒരു പരിധിവരെ ഗൗരവമുള്ളതല്ലേ? അനുഭവിക്കേണ്ടി വരുമോ കേസ്? അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് VD സതീശൻ നേരിടേണ്ടി വരുമോ? തീർച്ചയായും VD സതീശൻ ഇത് അറിയാത്ത ആളല്ല. കാരണം VD സതീശൻ എന്തുകൊണ്ട് നേരത്തെ തന്നെ ഇതിനെ ഡിഫെൻഡ് ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ, ഈ സോഷ്യൽ മീഡിയയിലും കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ കോൺഗ്രസ് അത്രയേറെ ശക്തമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമൊന്നുമല്ല. വളരെയേറെ ആഭ്യന്തരം, അതിനകത്തുള്ള ചേരിതിരിവുകൾ, ആഭ്യന്തര പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെയുള്ളൊരു കോൺഗ്രസിനകത്ത് ആരെങ്കിലും ഒരു വടി നൽകിയാൽ അതിൻ്റെ ഒപ്പം കൂടെ നിന്ന് ചേർന്ന് നിൽക്കുക എന്നുള്ളൊരു സാധനം മാത്രമേ VD സതീശൻ ഉദ്ദേശിച്ചുള്ളൂ. അവരിത് ശ്രദ്ധിക്കുന്നുണ്ടോ? കാരണം സംഘടന ഇപ്പോൾ K സുധാകരന് വീണ്ടും KPC പ്രസിഡന്റ് ആകാൻ കഴിയുമോ? അദ്ദേഹത്തിനാകാൻ കഴിഞ്ഞില്ലെങ്കിൽ VD സതീശനും കൂടി മാറണം. ഇന്ന് നിർബന്ധം ചെയ്ത് തന്നെ സ്റ്റോറി കിടക്കുന്നു ഇല്ലേ? ഇങ്ങനത്തെ ഒരു തിങ്കിങ്ങിൽ ആ പാർട്ടി നിൽക്കുമ്പോഴാണ് കുഴൽനാടൻ ഉണ്ടാക്കുന്ന പുകിൽ വേറെ. ഇത് ഇനി പുകിലാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ശരത്ത്, നമ്മളിപ്പോൾ ഈ ഡിസ്കസ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഇന്ന് ഈ കാര്യം ചർച്ച ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, സുജിത് പറഞ്ഞു ഇന്നത്തെ നമ്മൾ വാർത്ത സ്വാഭാവികമായി ഇത് വാർത്ത പ്രതികൂലമായിരുന്നെങ്കിൽ ഇന്നത്തെ ചർച്ചയും വാർത്തയുടെ പ്രാധാന്യം എങ്ങനെയായിരിക്കും? തലവാചകം തിരിച്ചടിയെന്നല്ല, പിന്നോട്ടില്ലെന്ന് കുഴൽനാടൻ. അത് ശരി. ഇന്നത്തെ നമ്മൾ മാധ്യമലോകത്ത് പറയാം മരണവാർത്തയില്ല, പകരം അനുശോചന കുറിപ്പുണ്ടെന്ന് പറയുന്ന ലൈനാണ്. അതായത് കോടതി കേസ് തള്ളി എന്നുള്ളതില്ല, ഇല്ല. പകരം മാത്യു കുഴൽനാടൻ കുഴൽനാടൻ വിശദീകരണമുണ്ട്, അതിൽ തിരിച്ചടിയെന്നില്ല, പിന്നോട്ടില്ലെന്ന് കുഴൽനാടൻ തന്നെ തിരിച്ചടിയാന്നാ പറഞ്ഞു. ശരിക്കും ഇത് തിരിച്ചടി തന്നെയാണ് എന്നാണ് അദ്ദേഹം. എന്നിട്ടും മാധ്യമങ്ങൾക്ക് പറയാൻ മടിയെന്നാണ്. മാധ്യമങ്ങൾക്ക് പറയാനുള്ള മടിയെന്ന് പറഞ്ഞാൽ ഇത് പ്ലാൻ ചെയ്യുന്ന അതിൽ ഇതുവരെ കുഴൽനാടൻ ഇപ്പോൾ തിരിച്ചടി വരെ അല്ലെ, തിരിച്ചടിക്ക് മുമ്പേയുള്ള കാര്യമാണ് പറഞ്ഞത്. ഇത് നിയമസഭയ്ക്ക് ഉള്ളിലും പുറത്തും നമ്മൾ നേരിട്ട് കാണുന്നതാണ്. ഇത് ഒരു വാർത്ത വരുന്നു, എല്ലാ മാധ്യമങ്ങൾക്കായിട്ടല്ല. ചില മാധ്യമങ്ങളിൽ മാത്രം കുഴൽനാടൻ പ്രത്യക്ഷപ്പെടുന്നു, ചില മാധ്യമങ്ങളിൽ മാത്രം 8 മണി ചർച്ചയിൽ കുഴൽനാടൻ നമ്മൾ ട്രൈ ചെയ്തിരുന്നു അല്ലേ? അദ്ദേഹത്തിന്റെ റിയാക്ഷൻ വേണ്ടി ട്രൈ ചെയ്തപ്പോൾ എന്തോ അസൗകര്യം ചർച്ചയ്ക്ക് ഇരിക്കുന്നു. എന്നാൽ വേറെ എവിടെയോ സംസാരിക്കും. ദില്ലിയിൽ നിന്ന് അദ്ദേഹം ആദ്യമായി ഈ പ്രൊഫഷണൽ കോൺഗ്രസിലേക്ക് ദില്ലിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചില സപ്ലിമെന്റ് പേജ് അദ്ദേഹത്തിന്റെ ഫുൾ പേജ് കവർ കൊടുക്കുന്നു. അന്ന് മുതൽ തുടങ്ങിയതാണ്. ആ തുടങ്ങി അതിന്റെ ഒരു പീക്കാണ് ഇപ്പം കുഴൽനാടൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 11 മണിക്ക് വാർത്ത വരുമ്പോൾ സിജു ആണ് ഇന്ന് വാർത്ത അവതരിപ്പിക്കുന്നത്. ഞാൻ നമ്മളുടെ വെബ് ഡെസ്കിൽ ചെല്ലുമ്പോൾ എല്ലാ ചാനലുകളും നോക്കുമ്പോൾ മലയാളത്തിലൊരു പ്രധാനപ്പെട്ട ചാനൽ CBSE ഫലം അതിൻ്റെ വിശദാംശങ്ങൾ റിപ്പോർട്ടർ കൊടുത്തുകൊണ്ടിരിക്കുക. ഈ വാർത്തയിലേക്ക് സ്പർശിച്ചിട്ടേ ഇല്ല. മലയാള മനോരമയാണ് ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റിനെ, ഈ CMRലും വീണയുടെ കമ്പനിയും തമ്മിലുള്ള കോൺട്രാക്റ്റിനെ മാസപ്പടി എന്ന് ആദ്യമായി എഴുതിയത്. അവിടം തൊട്ട് ഇതിനെ മാധ്യമങ്ങളുടെ റോള് വളരെ പ്രധാനപ്പെട്ടത് കൂടിയാണ്. ഈ വിഷയത്തിലെ ഈ മാത്യു കുഴൽനാടൻ്റെ പരാജയം എന്നത് ഇപ്പോൾ യദുവിൻ്റെ കേസിൽ എന്ന പോലെ തന്നെ വസ്തുതകളെ ശരിയാം വിധം പരിശോധിച്ച് അതിനെ അവതരിപ്പിക്കാൻ അറിയാത്തവരല്ല. പക്ഷേ എന്നിട്ടും ഏതോ നിലയിൽ ഫാൻസ് അസോസിയേഷനായി, യദു ഫാൻസ് അസോസിയേഷൻ, കുഴൽനാടൻ ഫാൻസ് അസോസിയേഷൻ എന്നൊരവസ്ഥയുണ്ടോ? നമുക്കേ ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും രമേശ് ചെന്നിത്തലയ്ക്കും മുരളീധരനും ഈ പറഞ്ഞ പോലെ VD സതീശനും ഒക്കെ ഒരു അംഗീകാരമുണ്ട് ഈ സമൂഹത്തിൽ. അവർ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുക, അതിൻ്റെ നമ്മളെടുത്ത് ഒരു ഇത് പരിശോധിച്ച് കഴിഞ്ഞാൽ
പക്ഷെ ഇതില് ഈ മാത്യു കുഴൽനാടനും രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിലും അടക്കമുള്ളവര് അത് ഗോവിന്ദമാഷാണ് ഗംഭീരമായിട്ട് ഈ റെജിൽ മാക്കുറ്റിയും ഈ മാങ്കൂട്ടവും തമ്മിലുള്ള ഒരു ഗോവിന്ദമാഷിന് ഈ പ്രശ്നം ഉണ്ടായി. കാരണം മാഷ് അദ്ദേഹത്തെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്ലൂ വിട്ടുകൊടുത്തപ്പോൾ മാധ്യമപ്രവർത്തകർ തന്നെ അതിവേഗം അതിൽ കയറി പേര് പറഞ്ഞു, പെട്ടെന്ന് പേര് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ എന്നല്ലേ? അല്ല, ഈ രണ്ടുപേര് ഇങ്ങനെയുള്ള ഒരു ലീഡർഷിപ്പ് ഭാവിയിൽ കോൺഗ്രസിന് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കോൺഗ്രസിന്റെ പിന്നെ തകർച്ച എന്ന് പറയുന്നത് വേറെ ആരും ആ പ്രസ്ഥാനത്തിൽ ഇടപെടേണ്ടി വരികയില്ല. ഇവർ 2-3 പേര് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ സാധനം മൊത്തത്തിൽ തകർത്ത് ഇത്രയും അത് ഷമി പറഞ്ഞ കാര്യം ശരിയാണ്. പക്ഷേ അത്ര പ്രതീക്ഷ നഷ്ടപ്പെടാൻ സാധ്യതയില്ല. കാരണം ഞാൻ 2 തവണ, ഒന്ന് പി ടി തോമസ് ഭരിച്ചപ്പോൾ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹം ശ്രമിച്ചു, അപ്പം പരാജയപ്പെട്ടു. ഈ ഓപ്പറേഷനൊക്കെ നടന്നെങ്കിലും രണ്ടാമത് അദ്ദേഹം സംസ്ഥാന ട്രഷററാവാൻ, KPCC ട്രഷററാകാൻ, ഞാൻ ആ പദം ഉപയോഗിക്കുമല്ല, ഡൈയിങ് ഹാർനസ്, 2 മരണശേഷം അദ്ദേഹം ഒരു ശ്രമം നടത്തി. ആ 2 ശ്രമവും പരാജയപ്പെട്ടു. ആ പരാജയപ്പെട്ട ശേഷമാണ് ഇപ്പോഴത്തെ ഇന്ന് 2 ദിവസമായി 3 ദിവസമായി ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട വാർത്ത നടക്കുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ AK ആന്റണി ഖേദിക്കുന്നുണ്ടായിരുന്നു. കാരണം മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPCC പ്രസിഡൻ്റായിരുന്ന സമയത്ത് 2 ലിസ്റ്റ് പറഞ്ഞു. അത് KPCC ജനറൽ സെക്രട്ടറിമാർ 2ാമത്തെ ലിസ്റ്റിൽ 1ാമത്തെ പേരുകാരൻ അനിൽ ആന്റണി ആയിരുന്നു. ഇതറിഞ്ഞുകൊണ്ട് ഉടൻ തന്നെ AK ആന്റണി ഉമ്മൻചാണ്ടിയെയും മുല്ലപ്പള്ളിയും വിളിച്ചു, ദയവ് ചെയ്ത് ആ പേര് 1ാമത് വയ്ക്കരുത്, എന്നോട് അല്പമെങ്കിലും സ്നേഹവും ബഹുമാനവും ഉണ്ടെങ്കിൽ. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആ പേര് വെട്ടിയിട്ട് അപ്പോൾ പ്രൊഫഷണൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായ മാത്യു കുഴൽനാടൻ്റെ പേര് 1ാം ഇട്ടു. അത് കഴിഞ്ഞ ശേഷം സംസ്ഥാന സെക്രട്ടറി ജനറൽ സെക്രട്ടറി എന്ന പദവിയിൽ നിന്നും അദ്ദേഹം തെരഞ്ഞെടുപ്പ് മത്സരിച്ചു. എങ്ങനെ തോൽക്കാം ഒരു തെരഞ്ഞെടുപ്പിൽ? നമ്മുടെ ജോസഫ് വാഴക്കൻ ഈ തോൽക്കാൻ വിധിച്ച കിടന്ന മണ്ഡലത്തിലാണ്. അങ്ങനെ ആ സീറ്റ് കിട്ടി. അങ്ങനെയാണ് ഇദ്ദേഹം വരുന്നത്, മൂവാറ്റുപുഴ. പക്ഷേ ഇതുവരെയുള്ള കാര്യങ്ങളിൽ ഈ ഷമി പറയുന്നത് പോലെ അത്ര പ്രതികൂലമല്ല. പാർട്ടിക്കകത്ത് ഇത്തരം കാര്യങ്ങൾ, KPCCക്കകത്ത് കാര്യങ്ങൾ തീരുമാനിക്കുന്നവർ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് 2 പ്രാവശ്യം അദ്ദേഹത്തിന് ആ പദവിയിൽ എത്താൻ കഴിയാത്തത്. ഈ കോടതി വിധി കൂടി വന്ന അടിസ്ഥാനത്തിൽ KPCC ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന നേതാക്കൾ ഇത് തിരിച്ചറിയും. നമ്മൾ മാത്രമല്ല, ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുന്ന ആൾക്കാർ. ഇപ്പൊ ഷമി ഇതിനെ നേരത്തെ പറഞ്ഞല്ലോ, ഈ കാര്യങ്ങൾ ഗ്രൂപ്പുകൾക്ക് അതീതമായ വൺ മാൻ ഷോ ഗുണം ചെയ്യില്ല എന്ന വിലയിരുത്തലിലേക്ക് കോൺഗ്രസ് പാർട്ടി പോയേക്കാം. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുക, കോടതികളിൽ നിൽക്കുക, മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നവർ പാർട്ടിയിലേക്ക് തള്ളിക്കയറുന്നു എന്നുള്ള ഒരു വലിയ എതിർപ്പ് അവർക്കിടെ തന്നെ രൂപപ്പെട്ടു. അതല്ല, ഇത് വരുന്ന ഉടനെ സെറ്റ് ചെയ്യാണ്, ഹൈറ്റ് സെറ്റ് ചെയ്യാണ്. അതായത് KPCC പ്രസിഡന്റ്. എന്നിട്ട് ഇപ്പം പഴയ നേതാക്കന്മാരെടുത്താൽ അവരുടെ ജീവിതം മുഴുവൻ ഇതിനു വേണ്ടി സമർപ്പിച്ചതിന് ശേഷമാണ് ഇവരൊക്കെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എത്തപ്പെട്ടിട്ടുള്ളത്. അല്ല, അത്തരം കരിയറിസ്റ്റുകൾ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ MLA, KPCC ജനറൽ സെക്രട്ടറി, ഇനിയിപ്പം KPCC പ്രസിഡന്റ്. നോക്കുക, ഇനി ഒക്കും AICC പ്രസിഡന്റ് കൂടി ആയതിനു ശേഷമേ പിന്മാറും. പക്ഷേ പ്രവർത്തനം വിലയിരുത്താൻ കഴിയുന്ന ഇത്തരം അനുഭവങ്ങൾ ചെറുതല്ല. വളരെ ക്യുക്കായി സിജു ലാസ്റ്റ്, അതായത് മന്ത്രി V ശിവൻകുട്ടിയുടെ പോസ്റ്റ് കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് A4 ഷീറ്റ് ഉയർത്തിക്കാട്ടി തെളിവാണെന്ന് പറയുമ്പോൾ അത് തെളിവാണെന്ന് കരുതുന്നവർക്ക് നല്ല നമസ്കാരം എന്നാണ് പറഞ്ഞത്. മാത്യു കുഴൽനാടൻ പോലും ഒരു അപ്പീൽ നൽകും എന്ന് ഉറച്ചെന്ന് പറഞ്ഞു. ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഞാൻ സമർപ്പിച്ച തെളിവുകളിൽ എന്തെങ്കിലും ന്യൂനത ഉണ്ടോ എന്ന് പരിശോധിക്കും, അതിനുശേഷം അപ്പീൽ നൽകണോ, ആ ന്യൂനത ഉണ്ടോ എന്ന് അത് അപ്പീൽ നൽകുമെന്നല്ല പറഞ്ഞ, അപ്പീൽ നൽകണമോ എന്ന കാര്യത്തിൽ വീണ്ടും പരിശോധിക്കുക. ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഇത് നിയമപരമായ വഴിയിൽ ഒരു സെറ്റ് ബാക്ക് ആണ്. പുള്ളി അത് ആ പദം ഒരു സെറ്റ് ബാക്ക് തന്നെയാണ് സമ്മതിക്കുന്നു. എങ്ങനെയുണ്ട് A4 ഷീറ്റ് എടുത്ത് കാണിച്ച് തെളിവാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്നവർക്ക് നല്ല നമസ്കാരം. മാരകമായി പോയി. ശങ്കരാടി സിനിമയിൽ അത് പറഞ്ഞു. ശങ്കരാടി സിനിമയിൽ ഒരു ശങ്കരാടി കഥാപാത്രം തെളിവ് ഇവിടെ എൻ്റെ കയ്യിൽ തെളിവുണ്ടെന്ന് പറഞ്ഞു. എവിടെയാ തെളിവ്? അത് ഈ കയ്യിലുണ്ട് എന്ന് പറയുന്നത് തന്നെയാണ് ഇന്ന് മാത്യു കുഴൽനാടന് സംഭവിച്ചത്. അതാണ് അത്. മാധ്യമങ്ങളും പതിവ് പോലെ വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു പശ്ചാത്തലം ഇതിലും സ്വാഭാവികമായി രൂപപ്പെട്ടു. അത് ഈ പറഞ്ഞ യദു കേസിലാണെങ്കിലും, യദുവിൻ്റെ കേസിൽ ഇപ്പോൾ ഏറ്റവും അധികം വിമർശനം മാധ്യമങ്ങൾ ആ വിഷയത്തെ നേരിട്ട് സമീപിക്കുന്നതിൽ, വ്യക്തതയോടെ സമീപിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നത് അധികം വിമർശന വിധേയമാകുന്ന ഘട്ടത്തിലാണ് ഇതുകൂടി വരുന്നത് എന്നുള്ളത് കൂടിയാണ്. ഇതേ മാത്യു കുഴൽനാടൻ തന്നെ ഈ പറഞ്ഞതുപോലെ 2021 അതായത് 2ാം പിണറായി സർക്കാരിൻ്റെ വരവിന് ശേഷമുള്ള ജഡ്ജ്മെൻറ്റിൽ ഹൈക്കോടതിക്ക് മുമ്പാകെ വളരെ കൃത്യമായി കരിമണലുമായി ബന്ധപ്പെട്ട കേസിൽ പരാജയപ്പെട്ടു പോയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കേസിലെ അഭിഭാഷകൻ കൂടിയായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ തുടർച്ചയിലാണ് ഇതെല്ലാം കണക്ട് ചെയ്ത് നിയമപരമായി നടത്തുന്ന പോരാട്ടം ഈ പറഞ്ഞ വിധത്തിൽ നിരന്തരം പരാജയപ്പെടുന്നതിൻ്റെ വളരെ വ്യക്തമായ തിരിച്ചടിയുടെ ഒരു വിവരവും പ്രശ്നവുമാണ് ഇന്നിപ്പോൾ
തിരുവനന്തപുരത്തെ വിജിലൻസ് കോടതിയിൽ നിന്നുണ്ടായത്. അത് മാത്യു കുഴൽനാടൻ എന്ന നേതാവിൻ്റെ രാഷ്ട്രീയ നിയമ പോരാട്ടങ്ങൾ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട്. രണ്ട് വഴിയിലും വലിയ തിരിച്ചടി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ നിലയിലുള്ള നിരവധിയായ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് വി ദ പീപ്പിൾ ഇതേക്കുറിച്ച് സംസാരിച്ചത്.